ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഉച്ചയോട് റെഡിയാക്കാം കേട്ടോ. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. ചോറുമായി. നമുക്കതിലേക്കുള്ള കാര്യങ്ങളും മാത്രമേ ഇന്ന് ഉണ്ടാക്കാനുള്ളൂ കേട്ടോ. അപ്പം ആ ഒരു കാര്യം വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു. സാമ്പാർ ഉണ്ടാക്കാം. ഒരു സിമ്പിളായിട്ട് വറുത്തരച്ച സാമ്പാറൊന്നുമല്ല, പൊടിയിട്ടിട്ട് ഒരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാമ്പാറും മത്തനും പയറും കൂടെ എരിശ്ശേരി ഉണ്ടാക്കാം. കഷ്ണങ്ങളെല്ലാം ഞാൻ നുറുക്കി വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. മൺപയർ എടുത്ത് വെള്ളത്തിലിട്ടിട്ട് വെച്ചിട്ടുണ്ട് രാവിലെ തന്നെ. അപ്പം അത് പെട്ടെന്ന് കുക്കായിക്കോളുമല്ലോ. അപ്പം അത് റെഡിയാക്കിയിട്ടുണ്ട്. സാമ്പാറും മത്തനും പയറും പപ്പടവും കാച്ച. അപ്പം ഇന്ന് കുട്ടി സംഭവങ്ങളേ ഉള്ളൂ. അപ്പം നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാം കേട്ടോ. അപ്പം സാമ്പാറിലേക്ക് നമുക്ക് അല്ലേ ഒരു പിടി പരിപ്പെടുക്കാം. ഒരു പിടി 1.5 പിടിയൊക്കെ സാമ്പാറിലേക്ക് എപ്പോഴും പരിപ്പ് കൂടുതൽ വരുമ്പോൾ നല്ല കേട്ടോ. കൂടുതൽ കറി നമുക്കിവിടെ വേണ്ടാത്തതുകൊണ്ട് ഒരുപാട് ഉണ്ടാക്കണ്ട വെച്ച് കഴിഞ്ഞാൽ ഞാൻ മാത്രമേ ഫുഡ് കഴിക്കാണ്ടാവുള്ളൂല്ലോ. പിള്ളേരൊക്കെ വൈകുന്നേരത്തേക്കല്ലേ, വൈകുന്നേരം വന്ന് എന്തെങ്കിലും ചായയും പലഹാരവും കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മോനാണ് പിന്നെ മിക്കത് ക്ലാസ് വിട്ട് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ചോറ് കഴിക്കാറ്. മോൾക്ക് പിന്നെ അത് നിർബന്ധമില്ല, എപ്പോഴെങ്കിലൊക്കെ അവൾ ചോറ് കഴിക്കാറുള്ളൂ. അപ്പോൾ ഈ കറി നമുക്ക് ഒരുപാടായാൽ വേസ്റ്റ് ആവും. അപ്പോൾ പാകത്തിന് മാത്രം വെച്ചാൽ മതി. ഒരു 1.5 പിടി പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് കഴുകിയിട്ട് നമുക്ക് കുക്കറിൽ വെക്കാം കേട്ടോ. പരിപ്പ് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇത് വെണ്ടയ്ക്കും ചെറുള്ളിയും കൂടെ ഒന്ന് എണ്ണയിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സാമ്പാറാണ് കേട്ടോ അത്. തേങ്ങ വറുത്തരയ്ക്കുക അങ്ങനെയൊന്നും വേണ്ട. നമുക്ക് സാമ്പാർ പല രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും. ഇതൊരു കുറുകിയ സാമ്പാറാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണിത്. നമുക്ക് ഇഡ്ഡലിയുടെ കൂടെ ദോശയുടെ കൂടെയൊക്കെ അടിപൊളിയാണ്, ചോറിൻ്റെ കൂടെ അടിപൊളിയാണ്. പക്ഷെ നമുക്ക് ഒരു ചാറ് രൂപത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. കുറുകിയ ടൈപ്പ് അതോ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കത് ഗ്രേവി കൂട്ടുകയും കുറച്ചൊക്കെ അതിൻ്റെ ചാറ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ വെണ്ടയ്ക്കും ചെറിയുള്ളിയും കൂടെ മൂപ്പിച്ച് മാറ്റി വെച്ചു. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്കുള്ള പൊടികൾ ഇടണം. നമുക്ക് പൊടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി അത് പാകത്തിനനുസരിച്ച് എടുക്കുക. ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തു, 2 ടീസ്പൂൺ മുളക് പൊടി എടുത്തു, 4 ടീസ്പൂണ് മല്ലിപ്പൊടി എടുത്തു. ഇതൊന്ന് ചൂടായാൽ മതി. അതിൻ്റെ ഒരു പച്ചമണം പോകേണ്ട ഒരു പാകേ ഉള്ളൂ. ഒരുപാട് കരിയരുത്. കരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാറിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. അതൊന്ന് ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്കതെടുത്തിട്ട് പരിപ്പ് അപ്പളിക്കും വെന്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ മാറ്റി വെച്ചിട്ടാണ് കേട്ടോ അത് ചൂടാക്കാൻ വേണ്ടിയിട്ട് നിന്നത്. അപ്പോൾ അതൊന്ന് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെന്ത പരിപ്പിലേക്ക് നമുക്ക് ഈ പൊടികൾ ഇട്ട് കൊടുക്കാം. കൂട്ടത്തിൽ തന്നെ നമ്മൾ ആ വഴറ്റി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയും ചെറിയുള്ളിയും അതുപോലെ മത്തൻ്റെ കഷ്ണം, ഒരു തക്കാളി, ഒരു 2-3 പച്ചമുളക് ഇതൊക്കെ കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഒരൊറ്റ വിസിൽ മതി കേട്ടോ അതാവാൻ വേണ്ടിയിട്ട്. ഒരുപാട് വേവിക്കേണ്ട കഷ്ണങ്ങൾ. നമുക്കിപ്പോൾ സാമ്പാർ കഷ്ണങ്ങൾ നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ ഉണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങോ മുരിങ്ങക്കായോ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ കയ്യിൽ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ പിന്നെ പൂച്ചുട്ടി ഒരുപാട് കഷ്ണങ്ങൾ പച്ചക്കറി കഷ്ണങ്ങൾ അവൾ കഴിക്കും കേട്ടോ. അതുകൊണ്ട് ഞാൻ വെണ്ടയ്ക്കും കാര്യങ്ങളൊക്കെ ധാരാളം ഇടും. ഉള്ള വെജിറ്റബിൾ കഷ്ണങ്ങൾ ഇട്ടിട്ടുണ്ട്. ഇവിടെ പച്ചക്കറി കഴിക്കാത്ത കുഴപ്പമില്ല. പിന്നെയും കണ്ണനാണ് കഴിക്കാത്തത്. പൂച്ചുട്ടി നല്ല കഴിക്കും കേട്ടോ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞിട്ടിട്ട് നമ്മൾ പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഒരൊറ്റ വിസിൽ വെക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അവിടേക്ക് ഒന്ന് തുടച്ചിട്ടുണ്ട് കേട്ടോ. അത് കാര്യം കണ്ടാതെ ഇപ്പോഴും ഉള്ളതാണ്. ഒരൊറ്റ വിസിൽ നമ്മൾ ആവുമെന്ന് പറഞ്ഞല്ലോ. ഒരുപാട് വേവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കഷ്ണങ്ങളൊക്കെ ഉടഞ്ഞ് ആകെ കോളായി പോവും. അത് കഴിഞ്ഞ് ഞാൻ സ്റ്റവ് ഒന്നുകൂടെ കത്തിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് പാകത്തിന് പുളി പിഴിഞ്ഞൊഴിക്കാം. പുളി ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം. എനിക്ക് പുളി ഇല്ലാത്ത സാമ്പാർ നമുക്കിവിടെ ഇഷ്ടമല്ല. നമ്മൾ മലപ്പുറംകാർ സാമ്പാറിൽ പുളി പിഴിഞ്ഞൊഴിക്കാറുണ്ട്. അപ്പോൾ പാകത്തിന് പുളി ഒഴിച്ചിട്ട് ആ പുളി ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട്, പുളി ഒന്ന് വേവാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ച് വയ്ക്കുക. അപ്പോൾ അതിനനുസരിച്ച് ഉപ്പുണ്ടോ കാര്യങ്ങളുണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ട്. ഉപ്പൊക്കെ ഉണ്ട് കേട്ടോ, എല്ലാം കാര്യം ഓക്കെയാണ്. ഒന്ന് അടച്ച് വെച്ച് അത് തള വന്നാൽ മാറ്റി വെച്ചിട്ട് നമുക്കത് കടുക് വറുക്കണം. അപ്പോൾ പാനിൽ വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ പറഞ്ഞ പോലെ തന്നെ കടുക്, വറ്റൽമുളക്, വേപ്പില ഇത് പൊട്ടുമ്പോൾ ഞാൻ അതിനകത്തേക്കാണ് കേട്ടോ സാമ്പാർ പൊടി ഇട്ട് കൊടുക്കുക. ആ സാമ്പാർ പൊടി അതിലിട്ടിട്ട് ഒരു 2 സ്പൂണ് സാമ്പാർ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് മൂത്ത് വരുമ്പോൾ നമ്മൾ ഈ സാമ്പാറിലേക്ക് തട്ടി കൊടുക്കുക. അപ്പോൾ പിന്നെ സാമ്പാറിൻ്റെ പണി കഴിഞ്ഞു. നമുക്കിവിടെ
ഏറ്റവും സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റുന്ന സാമ്പാറാണിത്. ഇനി പിന്നെ ഈ പരിപ്പിൻ്റെ കൂടെ കഷ്ണങ്ങൾ ഇടുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ പിന്നെ അത് അതിനെക്കാട്ടിലും എളുപ്പമായി. ഞാനത് അങ്ങനെ ചെയ്തിട്ടില്ല. സാമ്പാർ റെഡി ആയിട്ടോ. അത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി ഒഴിച്ച് വെക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ കുറുകിയ സാമ്പാറിലേക്ക് മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് അത് അങ്ങനെ അടച്ച് വെച്ച് മാറ്റിയെടുത്ത് വെക്കാനുണ്ട്. ഞാനതെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. എന്നിട്ട് ആ കുക്കറിൽ തന്നെയാണ് എനിക്ക് ഇനി മമ്പയർ വേവിക്കാനുള്ളത്. നമുക്ക് എരിശ്ശേരിക്ക് വേവിക്കണമല്ലോ. അപ്പോൾ അത് കഴുകിയിട്ട് ഞാൻ മമ്പയർ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അത് കഴുകി അതിൽ പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് കുക്കർ അടച്ച് വെച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 3 വിസിലായപ്പോഴേക്കും മമ്പയറും റെഡി ആയിട്ടുണ്ടായിരുന്നു. അതിലേക്ക് മത്തൻ ഇട്ട് കൊടുത്തു. എന്നിട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ തന്നെയല്ല മുളക് പൊടി ഇട്ട് കൊടുത്തു. പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒരൊറ്റ വിസിലും കൂടെ അടിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കണം. അപ്പോഴേക്കും മത്തൻ വേവും. ഒരു വിസിൽ മതിയിട്ട്, അതിൽ കൂടുതലൊന്നും വേണ്ട. നല്ല പഴുത്ത മത്തനായിരുന്നു, അതുകൊണ്ട് വേവാനൊന്നും പാടുണ്ടായിരുന്നില്ല. ഒറ്റ വിസിലുകൊണ്ട് തന്നെ ആൾ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ആകുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്കുള്ള അരപ്പ് റെഡിയാക്കണം. തേങ്ങ ഞാൻ ഓൾറെഡി ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ തേങ്ങ ചിരകേണ്ട പാടൊന്നും അപ്പം ഉണ്ടായിരുന്നില്ല. 2 പിടി നാളികേരം, പിന്നെ ഒരു 3-4 പച്ചമുളക്, ചെറിയ ജീരകം, 2-3 വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ ചതച്ചാൽ മതി. വല്ലാണ്ട് അരയേണ്ട, വെള്ളം ഒഴിക്കുകയും വേണ്ട. അത് കഴിഞ്ഞ് നോക്കുമ്പോഴേക്കും നമ്മുടെ മത്തൻ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു വിസിൽ വന്ന് വെന്തിട്ടുണ്ടായിരുന്നു. ഞാൻ അരപ്പ് തട്ടിക്കൊടുത്തു. ലേശം വേപ്പിലും കൂടെ ഇട്ട് ഒന്ന് ഇളക്കി അരപ്പ് വേവാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ എരിശ്ശേരിയുടെ ഇത് സംഭവം റെഡിയായി. ഇനി അതൊന്ന് താളിക്കാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ചു കേട്ടോ. എണ്ണ ഒഴിച്ചു. എപ്പോഴും പറയണ പോലെ തന്നെ എണ്ണ ഒഴിച്ചു. കടുക്, വറ്റൽമുളക്, വേപ്പില ഇതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കൊരു 2 ടേബിൾ സ്പൂണ്, 2-3 ടേബിൾ സ്പൂണ്, ഒരു ലേശം ഒരു അരപ്പിടി വേണ്ട, അതിലേക്ക് നാളികേരം ചിരകി ഇതും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് ബ്രൗൺ കളർ ആവണ വരെ നമ്മളത് മൂപ്പിച്ചിട്ടാണ്. ഇതെല്ലാവർക്കും അറിയണ കാര്യം കേട്ടോ, അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയണതാണേ. അപ്പോൾ അതൊന്ന് മൂത്ത് ഒരു ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ നമ്മുടെ എരിശ്ശേരി വെന്തത് അതിലേക്ക് തട്ടിക്കൊടുത്ത് ഒന്ന് എല്ലായിടത്തും മിക്സ് ആവണ രീതിയിൽ അതൊന്ന് ഇളക്കി ചേർത്ത് വയ്ക്കാം. അപ്പോഴേക്കും നമ്മുടെ അടിപൊളി എരിശ്ശേരി റെഡിയായി. ഇതിനകത്തേക്ക് ഞാനൊരു കാര്യം പറയാൻ വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുക്ക് ചെയ്യുന്ന സമയത്തേക്ക് അതിനകത്തേക്ക് ഒരു 1/2 കഷ്ണം, ഒരു ചെറിയൊരു കഷ്ണം ശർക്കരയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. അത് ചേർക്കാൻ വിടരുത് കേട്ടോ. ഞാനത് വിട്ടുപോയതാണ് വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത്. അതും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. ഇത് അടിപൊളിയാണ് കേട്ടോ. എൻ്റെ മോന് ഇത് നല്ല ഇഷ്ടമാണ്. മോൾക്ക് ഇഷ്ടമാണ്. നമുക്ക് ഇപ്പോൾ 2 ദിവസമായിട്ട് ഇറച്ചിയും മീനൊന്നുമില്ല. ഇല്ലെങ്കിലും ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് അവർ ഫുഡ് കഴിക്കും. അപ്പോൾ മീൻ വേണമെന്നൊന്നുള്ള വാശിയൊന്നുമില്ല. അല്ലാത്തപ്പോൾ ഞങ്ങൾക്ക് 2 ദിവസമൊക്കെ മീനില്ലാണ്ടൊക്കെ പിടിച്ചെടുക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മീനെന്തെങ്കിലും കിട്ടിയില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. അത് കഴിഞ്ഞ് ഞാൻ എന്താക്കി വെച്ചാൽ പപ്പടം ഉണ്ടായിരുന്നു, അതും കൂടെ കാച്ചിയെടുത്തിട്ട് ആ എണ്ണയിൽ തന്നെ ഒരു 2-3-4 കൊണ്ടാട്ടമുളകും കൂടെ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് 3ഉം നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണിൻ്റെ പരിപാടിയൊക്കെ റെഡിയായി. ഇനി അവിടെയൊക്കെ ഒന്ന് ക്ലീനാക്കി നമുക്ക് കഴുകാൻ കുറച്ച് പാത്രങ്ങളുണ്ട്. അതൊക്കെ ഒന്ന് കഴുകി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്കത്തെ പരിപാടി കഴിഞ്ഞു കേട്ടോ. ഇനി എനിക്ക് ഫുഡ് കഴിക്കണം. അപ്പോൾ ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് ഫുഡൊക്കെ വിളമ്പി. ഇനി അത് കഴിച്ചിട്ട് വേണം എഡിറ്റിങ്ങും കാര്യങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.